പാഠം 10 ജനാധിപത്യവും അവകാശങ്ങളും. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും. നെൽസൺ മണ്ടേല. എങ്ങനെയുണ്ട് ക്രിസ്റ്റിയെ? തലമിന്നൽ മാറിയോ? ഛർദി നിന്നെ? പിന്നെന്താ ഈ വിളിക്കാഞ്ഞ്? കുറവുണ്ട് സുരേച്ചി. ഇന്ന് രാവിലെ ലേശം മോരൊഴിച്ച് പഴങ്കഞ്ഞി കുടിച്ചേന്, അതാ പിഴവായത്. എന്തേച്ചി ഒരു മാഞ്ഞാണം? ഈ മാസം കുളിച്ചോ? ഏതായാലും ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടൂല. രഘുവിനെ വിളിച്ചാളാ. സംസ്ഥാനം ഇന്ധന നികുതി കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി. കേന്ദ്ര നികുതി വിഹിതം കുറവെന്നും KN ബാലഗോപാൽ. 10 ദിവസത്തിനിടെ പെട്രോളിന് 9 രൂപ. സീരിയല് മാറ്റിയ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ദാമേട്ടാ, നിങ്ങളൊരു സീരിയല്. ആ സുമംഗലന്റെ രണ്ടാമത്തെ ഭർത്താവിന് ക്യാൻസറാ. ഒന്ന് വെച്ചാണി എന്തായി നോക്കട്ടെ. സുമംഗലേന്റെ ആദ്യത്തെ ഭർത്താവിന് എന്തേന്ന് കുഴപ്പം? ഓർക്കും ക്യാൻസർ ആയിരുന്നു. എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടത്? അത് ജർമ്മനിയിൽ ചികിത്സക്ക് കൊണ്ടുപോയിട്ട്. എന്നാ പിന്നെ ഇയാളും കഴിച്ചിലായിക്കോളും. നിങ്ങൾ അതിനെപ്പറ്റി ബേജാറാവണ്ട. എന്തേതേ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം എന്തായി? നിങ്ങൾ ആ രഘുവിനെ വിളിച്ചോ? അതിന് ഓൻ ഫോൺ എടുക്കണ്ടേ? ഇനി മിസ് കോള് കണ്ടിട്ട് ഓൻ തിരിച്ചു വിളിക്കട്ടെ. ഏതായാലും ആ സീതപ്പെണ്ണിന് തെറ്റാൻ തോന്നിയ സമയം. അതിനിപ്പോ എന്തേ? എന്താവാൻ, ഓക്ക് പള്ളയിലുണ്ട്, അത് തന്നെ. ഛർദിയൊക്കെ ചെലപ്പോ വല്ല ഗ്യാസിന്റെ ആവേ. ഗ്യാസ് ഒലക്കാണ്. നിങ്ങൾ ആ രഘുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാണി. വിളിക്കാന്ന്? അയ്യോ, കറണ്ട് പോയല്ലോ സുലുവോ. അവിടെ ഇരിക്കും മനുഷ്യ, അതിപ്പോ വരും. ഈ ഇരുട്ടത്തിരിക്കാൻ ഒരിടങ്ങറാന്നേ. ഞാൻ അന്റെ അടുത്തേക്ക് ഇരുന്നോട്ടെ. ഒരു പേടിത്തോണ്ട നായര്. ഇരുട്ടത്ത് അന്റെ അടുത്തിരിക്കുന്നത് ഒരു സുഖ സുലുവോ. അല്ലെങ്കിലും എന്റെ ചെറുപ്പവും മേനിയും കണ്ട് നിങ്ങൾ മയങ്ങിപ്പോയതാന്ന് ഒരു വർത്താനം പണ്ടേ ഉണ്ട്. അയ്യടാ, നായരുടെ ഒരു നാണം കണ്ടില്ലേ?